വർക്കല പാപനാശം ഹെലിപ്പാഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഏത് നിമിഷവും കടലിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. എയ്ഡ് പോസ്റ്റിരിക്കുന്ന അപകട മേഖലയിലെന്ന് കാട്ടി പോലീസ് തന്നെ പ്രവേശനം നിരോധിച്ചു. ക്ലിഫിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാലിക്കേണ്ട ദൂരപരിധി എയ്ഡ് പോസ്റ്റിനായി ലംഘിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വർക്കല ക്ലിഫിന്റെ വശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നതാണ് നിയമം. ഇനി അനിവാര്യമാണെങ്കിൽ കുറഞ്ഞത് 150 മീറ്റർ ദൂരപരിധി പാലിക്കണമെന്നും CRZ മാനദണ്ഡങ്ങളിൽ പറയുന്നു. ഈ ചട്ടങ്ങൾ നിലനിൽക്കെയാണ് 2020 കുന്നിന്റെ അരികെ ചേർന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. പിന്നീട് പലവട്ടം വർക്കല ക്ലിഫിന്റെ പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ മഴയിൽ എയ്ഡ് പോസ്റ്റ് കെട്ടിടത്തിൽ നിന്നും ഏതാണ്ട് 5 മീറ്റർ വ്യത്യാസത്തിലാണ് മണ്ണിടിഞ്ഞ് താഴ്ന്നത്. ജിയോളജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിഫിന്റെ എഡ്ജസിലെ കൺസ്ട്രക്ഷനോ മറ്റ് അനുബന്ധ സംവിധാനങ്ങളോ ചെറിയ ഹട്ടുകളോ അങ്ങനെ ഒന്നും കെട്ടരുതെന്നാണ് പറയുന്നത്. പക്ഷേ വളരെ കൗതുകമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല ക്ലിഫിൻ്റെ എൻട്രൻസിൽ തന്നെ ഫസ്റ്റ് ഇരിക്കുന്ന എയ്ഡ് പോസ്റ്റാണ്, പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റാണ്. അപ്പം അവരുടെ സുരക്ഷിതത്വത്തിന് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളതെന്നുള്ളത്, ഇപ്പോൾ ഈ മണ്ണിടിച്ചിലൊക്കെ ഉള്ള സമയത്ത് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളതെന്നുള്ള കാര്യം ചോദ്യചിഹ്നമാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് വർക്കലയിലെത്തുന്നത്. സഞ്ചാരികൾക്ക് സുരക്ഷ നൽകേണ്ട പോലീസുകാർക്ക് ആര് സുരക്ഷയൊരുക്കുമെന്നതാണ് നാട്ടുകാരുടെ ചോദ്യം. ചട്ടലംഘനവും സുരക്ഷാ പ്രശ്നവും വ്യക്തമായിട്ടും എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം വർഷങ്ങളായി തുടരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. എയ്ഡ് പോസ്റ്റ് നിർമ്മാണത്തിന് ആരനുവാദം നൽകിയെന്ന് ചോദിച്ചാൽ വർക്കല നഗരസഭയ്ക്കും ഉദ്യോഗസ്ഥർക്കും യാതൊരു അറിവുമില്ല. ജനം, തിരുവനന്തപുരം.